അപ്പോൾ വഴുതനൊക്കെ നമ്മളെല്ലാവരും വാങ്ങാറുണ്ട്, പലതരത്തിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുപോലൊരു വഴുതന ഈ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കളറിലുള്ള വഴുതനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ ഇപ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഒക്കെ പച്ച കളറിലുള്ളതും പലതരത്തിലുള്ള വഴുതനയും കിട്ടും. ഇപ്പം ഞാനിപ്പോൾ എടുത്ത വഴുതന നിങ്ങൾ കണ്ടില്ലേ, ചിലത് കുറച്ചൊരു വരകളും ചിലതിന് യാതൊരുവിധ വരകളും ഇല്ലാതെ പർപ്പിൾ കളർ മാത്രമായിട്ടൊക്കെ നിൽക്കണേ. അപ്പോൾ അതിലൊന്നും യാതൊരു ഇതുമില്ല കേട്ടോ. നിങ്ങൾ പച്ച കളറിൽ കിട്ടുകയാണെങ്കിൽ അതെടുത്തോളി. പിന്നെ നല്ല കോഴിമുട്ടൻ്റെ പോലെ വൈറ്റ് കളറിൽ നല്ല ഉണ്ടായിട്ടുള്ള വഴുതനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് വഴുതനാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കുന്ന രീതി, ആ രീതിയിലാണ് മക്കളെ കാര്യം കിടക്കണം കേട്ടോ. വഴുതനങ്ങ ചിലർക്കൊന്നും ഇഷ്ടമില്ല, അതൊരു കൊഴുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു പ്രത്യേക രുചിയാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ വഴുതന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ എന്നല്ല, ഏതിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും രാവിലത്തെ എന്ത് കടിൻ്റെ കൂടി നമുക്കിത് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വഴുതന ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണാൻ തന്നെ ഉരച്ച് കഴുകിയത് എന്തിനാണെന്നറിയോ? ചിലപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്യണ കാണുമ്പോൾ ഇതിൽ കമൻറ്റും കൊണ്ടുവരും, ഇത് കഴുകിയിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് കഴുകുന്നത് കാണിച്ചത്. കഴുകിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വെള്ളമൊക്കെ നല്ലോണം കളർ മാറ്റമുള്ളത്. അപ്പോൾ നല്ല പൊടിയും മഴക്കൊക്കെ ഉണ്ടാവും. കാണുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല പൈൻ ഗ്ലാസ് വഴുതനായിരിക്കും. പക്ഷെ അത് കഴുകുമ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം ഉരച്ചൊരച്ച് കഴുകട്ടോ. അപ്പോൾ ഞാൻ കഴുകിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ, ഈ വഴുതന എന്ന് പറഞ്ഞത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞി പോയിട്ടൊരു വഴുവഴുപ്പായിട്ടൊരു കുഴമ്പേ പിന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമുക്കതൊരു വഴുതന കഷ്ണമാണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങൾ പച്ച കളറിലാണ് വഴുതന എടുത്തതെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഈ വഴുതന എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, എന്നാലോ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ ഏതായാലും നല്ല ഭംഗി ഉണ്ടാവട്ടത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ. പക്ഷേ ഇത് കട്ട് ചെയ്ത് അധിക സമയം നമ്മൾ വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ഇതിനുണ്ടാകുന്ന കുഴപ്പം എന്താ പറയുക, നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഒരുമാതിരി കളറ് വരുന്നേ, അതുപോലെ ഇതിൻ്റെയും കളറ് മാറി. എന്താ വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഏത് കളറിലുള്ള വഴുതനയാണെങ്കിലും കളറ് മാറും. അപ്പോൾ കളറ് മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്കുള്ള പരിപാടികളൊക്കെ നമ്മൾ ആദ്യം തയ്യാറാക്കുക. എന്നാൽ പിന്നെ ഇത് കട്ട് ചെയ്ത പാടനെ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഈ വലുപ്പത്തിൽ വേഗം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വഴുതന പുറം ഭാഗത്ത് നല്ല ഭംഗിയിൽ കാണും, ഉൾഭാഗം ചിലത് നല്ലോണം പുഴുക്കളും. ചില വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും നമുക്കതിന് കിട്ടൂല. ചില വെണ്ടക്കൊക്കെ ഉണ്ടാവും ആ ഒരു പ്രശ്നം അല്ലേ. വെണ്ടക്ക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ, എന്താണ് അതിൻ്റെ ഉള്ളിൽ വലിയ മണ്ണൊക്കെ തലക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ടുള്ള ഓരോ പുഴുക്കൾ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ മുറിഞ്ഞും പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം പുഴുക്കളും കേടും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിവാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് അതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതാ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടോ. പൊട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ഇഞ്ചും വെളുത്തുള്ളി ഇട്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇഞ്ചും വെളുത്തുള്ളിയും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാനൊക്കെ സാധ്യത ഉണ്ടാവും. അങ്ങനെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒന്നും കൂടെ രുചി കൊടുക്കൽ എന്താ പറയുക, ചെറിയ ഉള്ളിയാണ്. പക്ഷേ ചെറിയ ഉള്ളി തൊലിച്ചുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വലിയ ഉള്ളിയിൽ ചെയ്യണത്. വലിയ ഉള്ളിയിൽ ചെയ്താലും രസത്തിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഒന്നും കൂടെ ഒരു വേറൊരു വെറൈറ്റി രുചി കിട്ടും ചീരുള്ളി ആയാലെന്ന് മാത്രം. അപ്പോൾ നേരെയുള്ളവരൊക്കെ അതെടുത്തോളി. അപ്പോൾ ഏതായാലും ഇതാ സവാള ഞാൻ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച്, അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയ സമയത്ത് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കണം കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ വേണം. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു അര ടേബിൾ സ്പൂണിൻ്റെ താഴെ കണ്ടുണ്ടാവും പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല പൗഡർ എല്ലാവരും വീട്ടിലുണ്ടാവില്ല, അത് ചേർത്ത് കൊടുത്തോളി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതാ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുളക് ഇടണോല് പിന്നെ ഈ ഒരു ഇത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. വറ്റൽമുളക് പൊടിച്ചതാണ്, പൊടിച്ചതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ അറിയോ, ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു വറ്റൽമുളകിൻ്റെ ചില്ലി ഉണ്ടല്ലോ, അത് ചില്ലി ഫ്ലെക്സ്, അത് എന്താണ് നന്നായിട്ട് മുരിയും. അപ്പോൾ ഒരു വല്ലാത്തൊരു, നമ്മൾ ഏത് തന്നെയാണെങ്കിലും വറ്റൽമുളക് ഒന്ന് ചുട്ടാലും ഇനി ഒന്ന് വറുത്തെടുത്താലൊക്കെ ഒരു വെറൈറ്റി രുചിയല്ലേ. ആ ഒരു രുചി നമുക്ക് ഈ ഒരു ഇതിന് കിട്ടും, ഈ ഒരു റെസിപ്പിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളകിൻ്റെ ഇതിട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾ അതില്ലെങ്കിലും മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുകയും ചെയ്യും. അതിൻ്റെ കൂടെയുള്ള ആ ഒരു ചില്ലി ഫ്ലേക്സ് നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടിയതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, എന്താണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. അതെല്ലായിടത്തേക്കും ഒന്ന് എത്തട്ടെ. അപ്പോൾ ഇതിക്ക് തക്കാളി ചേർക്കണ യാതൊരു പരിപാടിയില്ല. വേണമെങ്കിൽ അത് ഇത്തിരി പുളിവെള്ളമൊക്കെ ഒഴിക്കുക. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പുളിവെള്ളം ഒന്നും ഒഴിക്കണില്ല. പുളിവെള്ളത്തിന് പകരം ഞാൻ കുറച്ച് എന്താണ് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിക്കുക, അതുമില്ലെങ്കിൽ സുർക്ക ഒഴിക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അതിലൊന്നും കൂടി സുർക്കൊന്നുമല്ല, ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിക്കണം, സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണേ. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പൊടിയുള്ള വഴുതനയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഉപ്പിട്ടെടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോകണ്ട. നമ്മൾ ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ഒരു രസവും ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ കണക്കൊക്കെ നിങ്ങൾ എത്രയെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തോളി. അതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. ഉപ്പ് ചിലർക്ക് നല്ലോണം വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതിയാവും ചെയ്യും. അങ്ങനെ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ പുളിവെള്ളമല്ല ഒഴിക്കണത്, സുർക്കയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം സുർക്ക ഒഴിച്ചു കൊടുത്തോളി. സുർക്കയാണ് ഇതിലേക്ക് ഏറ്റവും രുചി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ സുർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ മാത്രം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വേണം, അത്രയും വേണ്ട. ഒരു 2 കുരുപ്പാട് പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഒരുപാട് പുളിയൊന്നും വേണ്ട. അപ്പോൾ ഈ വിനാഗർ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം അധികം ആളുകൾക്കും ഈ വഴുതന ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോലൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ടാവില്ല. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നാലും ആ വെള്ളമൊക്കെ വറ്റിപ്പോവും. അപ്പോഴേക്കും ഈ ഒരു വഴുതന നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അതാ കണ്ടില്ലേ. അപ്പോൾ ഇതെന്താ അറിയോ, ഇങ്ങനെ കഷ്ണമായിരുന്നില്ല ഇപ്പോൾ നിൽക്കണത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് പ്രസ് ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് പേസ്റ്റ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് സംഭവം നിങ്ങൾ വിചാരിച്ച രീതിയിൽ കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ വഴുതന പല രീതിയിലുണ്ടാക്കും അല്ലേ. ചിലർ കറി വെക്കും, ചിലർ പൊരിക്കും, ചിലർ ഉപ്പേരിയാക്കും, അങ്ങനൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക രുചിയുള്ളതായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ എന്താ അറിയോ, ഇതിലേക്ക് നിങ്ങളിഞ്ഞ് തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുതിട്ട്, അതൊന്നും ഇടാതെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വഴുതന ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് പേസ്റ്റ് പോലെ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്കിതൊരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഉടക്കാതിരിക്കുക. ഏതായാലും മക്കളെ, ഇത് സംഭവം പൊളിയാണ്. നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്കൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്തോളി. പിന്നെ ഇതുപോലുള്ള സിമ്പിൾ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലപ്പുറം ഇത് ഒന്ന് ഫോളോ ചെയ്തോളി കേട്ടോ. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കും ചെയ്യും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കലില്ലേ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താണ്, നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ എന്ന് മാത്രമല്ല രാവിലത്തെ കടിൻ്റെ കൂടെയും ഒക്കെ പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഈ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ളത് നിങ്ങൾ പറയല്ലേ, കാരണം തിരക്ക് കാരണം. നിങ്ങൾ കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ചിലർ നെഗറ്റീവ് ഇടും, ചിലർ പോസിറ്റീവ് ചെയ്തും, അതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഒന്നും റിമൂവ് ചെയ്യല്ല, കാരണം അതൊക്കെ നിങ്ങളെ ഇഷ്ടമല്ലേ. അപ്പോൾ അത് വായിക്കാനൊക്കെ കുറേ ആളുകൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചാനലിനൊരു ഇതല്ലേ, ഗ്രോത്ത് അല്ല, അത് വിചാരിച്ചിട്ട് ഞാൻ നെഗറ്റീവ് ഒന്നും കമൻറ്റ് റിമൂവ് ചെയ്യാറില്ല. അസ്സലാമു അലൈക്കും.